ഉറങ്ങാത്ത നഗരത്തിന് പുലർവേളയിൽ കുടിനീരുമായി നന്മയുടെ കണിയൊരുക്കുകയാണ് ഈ മനുഷ്യൻ. വായുവും ജലവും വിഷലിപ്തമാകുന്ന നഗരവത്കരണ കാലത്തെ വേറിട്ടൊരു കാഴ്ച. ഡൽഹിയുടെ മട്കാമാൻ അഥവാ കർണാടകക്കാരനായ അളക് നടരാജൻ. കൊടുംചൂടിൽ രാജ്യതലസ്ഥാനം വിയർത്തൊലിക്കുമ്പോൾ മൺകുടങ്ങളിൽ വെള്ളം നിറച്ച് യാത്രികരുടെ ദാഹമകറ്റുകയാണ് നടരാജൻ. പുലർച്ചെ 4:30 ആരംഭിക്കുന്ന സബര്യ മധ്യാഹ്നം വരെ നീണ്ടുനിൽക്കും. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദമുള്ളതിനാൽ സ്വന്തമായി ഡിസൈൻ ചെയ്ത വാഹനത്തിലാണ് കുടിവെള്ള വിതരണം. 700 ലിറ്റർ വെള്ളം 2 ടാങ്കുകളിൽ നിറച്ച് ജലവണ്ടി നഗരം ചുറ്റും. ദാഹിച്ചെത്തുന്നവരുടെ മനസ്സും ശരീരവും ഒന്ന് തണുപ്പിക്കാൻ 50 ലിറ്ററോളം ലസ്സിയും കരുതും. The reason I do this is because it is exaggerated. Because people come to me and ask me, who are you, what are you and all. Then I can explain my philosophy. If I don't do all that, just imagine there's a tank there. They'll say, oh pani ka tank hai. Now they think there is something more. So then I can explain my philosophy, why I'm doing it, what I'm doing it. നടരാജന്റെ വിശാലമായ മനസ്സുപോലെയാണ് പഞ്ചശീൽ പാർക്കിലുള്ള അദ്ദേഹത്തിന്റെ വീടും. ഒരിക്കലും അടയ്ക്കാത്ത വാതിലുകളുള്ള വീട്. ആർക്കു വേണമെങ്കിലും വീട്ടിൽ കടന്നു ചെല്ലാം. വിശ്രമിച്ചോ ഒന്നുറങ്ങിയോ മടങ്ങാം. നടരാജന്റെ ഉദ്ദേശശുദ്ധി അറിഞ്ഞതുകൊണ്ടായിരിക്കാം തുറന്ന വാതിലുകളുള്ള ഈ വീട്ടിൽ മോഷ്ടാക്കൾ ഇതുവരെയും കയറിയിട്ടില്ല. ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ പിന്തുണയാണ് നടരാജന്റെ ഊർജം. ജലവിതരണത്തിനായി പൂർണ്ണമായും അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഡൽഹിയിൽ ഓരോ തുള്ളിയും ഏറെ വിലപ്പെട്ടതാണ്. ദാഹിച്ചു വരുന്നവർക്ക് വെള്ളം കിട്ടുമ്പോഴുള്ള ആശ്വാസം മാത്രമാണ് മട്കാമാൻ എന്ന അളക് നടരാജന്റെ ഏക സമ്പാദ്യം. വൈശാഖ് ജയപാലിനൊപ്പം PS വിനയ, മാതൃഭൂമി ന്യൂസ്.